പരിശുദ്ധ റമദാൻ പകുതിയായി. റമദാൻ പകുതിയായാൽ നമ്മളെ വിത്ർ നിസ്കാരത്തിൽ കുനൂത്ത് പ്രത്യേകം സുന്നത്താണ്. വിത്ർ നമ്മൾ സാധാ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്, സുന്നത്ത് നിസ്കാരമാണ് വിത്ർ. ആ വിത്റിൽ റമദാനിൻ്റെ അവസാനത്തെ പകുതികളിൽ കുനൂത്ത് ഓതൽ സുന്നത്താണ്. മഹാനരായ മുത്തുനബിയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമാത്തിൻ അഖൂലുഹുന്ന ഫി കുനൂത്തിൽ വിത്തിരി, അഖൂലുഹുന്ന ഫിൽ വിത്തിരി. വിത്തിറിൻ്റെ കുനൂത്തിൽ എന്തൊക്കെ ദുആ ചെയ്യണം, അതിനുവേണ്ടി കുറച്ച് കലിമത്തുകൾ, ദുആകൾ അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നു. ആ ദുആകളാണ് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് എന്നിങ്ങനെ തുടങ്ങി നമ്മൾ സാധാ ദ്വാരക്കണം. ആ ദ്വാര തന്നെ ആ മുത്തുനബിൻ്റെ പേരക്കുട്ടിയായ ഹസൻ എന്നൊരു പറയുന്നുണ്ട്, ഇത് വിത്റിൻ്റെ കുനൂത്തിൽ ഈ ദ്വാ പ്രത്യേകം നടത്തണം, അതിനു വേണ്ടി എനിക്ക് വല്ലിപ്പയായ മുത്തുനബി ഈ കെലിമത്തുകൾ പഠിപ്പിച്ചു തന്നു. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ കുനൂത്തും അത്തഹിയാത്തും ഇങ്ങനെ നിസ്കാരത്തിൻ്റെ ദിക്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ പേരക്കുട്ടിയായ ഹസൻ എന്നവർക്ക് ഈ വിഷയം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം വിത്റിലുള്ള ഈ കുനൂത്ത് പ്രത്യേകം സുന്നത്താണ് എന്ന് ഈ സംഭവത്തിൽ നിന്നൊക്കെ മഹാന്മാർ അറിയിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്ത് തറാവീ നിസ്കാരത്തിനും വിത്റിനൊക്കെ ഇമാമത്ത് നിന്നിരുന്ന പ്രധാനപ്പെട്ട ഇമാമ് അത് ഉബയ്യ് ബിൻ കഅബ് എന്നവരായിരുന്നു. ഖലീഫ ഉമർ എന്നവരാണ്, പക്ഷേ അന്ന് ഇമാമത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് എന്ന മഹാനായ സ്വഹാബിയാണ്. എന്താണ് ഉമർ എന്നവർ തറാവീഹിന് ഉബയ്യ് ബിൻ കഅബ് എന്നവരെ ഇമാമ് നിർത്താൻ കാരണം? അവർ ഹാഫിളാണ്, നല്ല ഖിറാഅത്തുള്ള ആളാണ്, സയ്യിദുൽ ഖുറാ, എല്ലാ ഖിറാഅത്തിൻ്റെ ആളുകളുടെയും നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ഉബയ്യ് ബിൻ കഅബ്. പ്രായമുള്ള മനുഷ്യനേനി. ഉബയ്യ് ബിൻ കഅബിനെ കണ്ട ആൾക്കാരൊക്കെ, ബഹുമാനപ്പെട്ടവരെ കണ്ടവരൊക്കെ പറയും, താടിയും പിന്നെ തലമുടിയൊക്കെ നരച്ച് അങ്ങനെ പ്രായമുള്ള ഒരു നല്ല സൗന്ദര്യമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ്. ഒരിക്കൽ മുത്തുനബി ഉബയ്യ് ബിൻ കഅബ് എന്നവരോട് പറയുന്നുണ്ട്, ഉബയ്യ്, നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരാൻ വേണ്ടി അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പ്രത്യേകമായി നിർദ്ദേശം വന്നിട്ടുണ്ട്. അള്ളാഹു റസൂൽ പറയും, ഉബയ്യെ, അനക്ക് ഓതിത്തരാൻ വേണ്ടിയിട്ട് എനിക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കൽപ്പന വന്നു എന്ന്. ആ സമയത്ത് ഉബയ്യ് ബിൻ കഅബ് എന്നവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഉക്കിർത്തു ഇന്ദഹു യാ റസൂലല്ലാ, അള്ള എൻ്റെ പേര് പറഞ്ഞോ, ഇന്ന അവിടെ ചർച്ച വന്നോ, വലിയ സംഭവമാണല്ലോ അത്. അള്ളാഹു റസൂൽ പറഞ്ഞാണ് ഉബയ്യിന് ഓതി കൊടുക്കണം കേട്ടോ എന്ന്. അപ്പോൾ ഉബയ്യ് എന്നൊരു എൻ്റെ പേര് പറഞ്ഞോ അള്ള? വളരെ സന്തോഷത്തോടെ അപ്പോൾ റസൂൽ പറഞ്ഞു, അതെ, എൻ്റെ പേരെന്നെ പറഞ്ഞ് അവൻ ഓതി കൊടുക്കണം എന്ന് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കൽപ്പന ഉണ്ട്. അപ്പോൾ ആ സമയത്ത് സന്തോഷമായി. അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ? സന്തോഷം കൊണ്ട് ബഹുമാനപ്പെട്ടവർ കരഞ്ഞു പോയി എന്നാ. നമ്മളെ മഹാന്മാർ, മശായിഖന്മാർ നമ്മളെക്കുറിച്ചൊന്ന് പറയാം, അവരിഷ്ടത്തോടു കൂടി നമ്മളെ പേര് പറയാം, അതിനേക്കാൾ വലിയ കാര്യമില്ല. ഖദീജ ബീവിക്ക് അള്ളാഹ് സലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നമാതിരി ഉബയ്യ് എന്നവരെ പേരെടുത്ത് പറഞ്ഞ അള്ളാഹ് ഉബയ്യിന് ഓതി കൊടുക്കണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹ് ഖുർആൻ പഠിപ്പിച്ച ആളുകളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഉബയ്യ് ബിൻ കഅബ്. അവർ റമദാനിന് ഇങ്ങനെ ഇമാമ് നിൽക്കുമ്പോൾ അവസാനത്തെ പകുതിയായാൽ വിത്റിൽ ബഹുമാനപ്പെട്ട ഒരു പ്രത്യേകം കുനൂത്ത് ഓതും. അങ്ങനെയായിരുന്നു പതിവ് എന്ന് മറ്റു മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിത്റിലെ കുനൂത്ത് അത് പ്രത്യേകം സുന്നത്താണ്. നമ്മൾ ആ കാര്യം നന്നായി ഓർക്കുക. റമദാനിൻ്റെ ഓരോ ഭാഗം പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. നല്ല ശ്രദ്ധയോടെ അള്ളാഹിൻ്റെ ആളുകളുടെ പൊരുത്തത്തിലായി മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ഷാഫി മദ്ഹബിൽ ഈ കുനൂത്ത് അബ്ആദ് സുന്നത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മറന്നോ മറ്റോ അത് പോയാൽ സഹ്വിൻ്റെ സുജൂദും സുന്നത്താണ് എന്നതാണ് അതിൻ്റെ മസ്അല വരിക. ആ കാര്യം മറക്കാതെ തന്നെ അമലുകൾ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പോൾ ആ വിത്ർ നിസ്കാരം പുണ്യമാണ്. റമദാൻ്റെ പകുതിയിൽ അതിലുള്ള കുനൂത്ത് അതും വളരെ പുണ്യമാണ്. സാന്ദർഭികമായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക.